അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് ചുരുങ്ങിയത് 100 തവണ, പറ്റുമെങ്കിൽ ഒരു 300 തവണയെങ്കിലും ചൊല്ലാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസിയ്യത്തുകളൊക്കെ നിങ്ങളിവിടെ എഴുതി അറിയിക്കുക. പ്രത്യേകമായിട്ട് ആ ദുആ വസിയ്യത്തുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ നമ്മൾ രാത്രിയുള്ള മജ്‌ലിസിലും പ്രഭാത മജ്‌ലിസുകളിലൊക്കെ ദുആ ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ മനസ്സകങ്ങളിൽ നേറിക്കിടക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വ്യതകൾ എല്ലാം എഴുതി അറിയിക്കാവുന്നതാണ്. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെയൊക്കെ ദുആ ഖബൂലാക്കട്ടെ. ഒരുപാട് വിഷയങ്ങൾ പലരും ഇവിടെ താഴെ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങളും അതിനു വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യണം. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിവുള്ളൊരു സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെ പേര് തന്നെ സ്വലാത്തു സഅദ എന്നാണ്. നമ്മൾ മുമ്പ് പലതവണ ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തു സഅദ എന്നാണ്. സഅദ സൗഭാഗ്യത്തിൻ്റെ സ്വലാത്ത്, സന്തോഷത്തിൻ്റെയും ഖൈറിൻ്റെയൊക്കെ സഅദ, അതിൻ്റെ സ്വലാത്ത് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഓക്കെ, അപ്പോൾ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക, പതിവാക്കുക. സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. സ്വലാത്ത് കൊണ്ടെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് നിങ്ങൾക്കറിയോ എത്രയോ മാറാത്ത രോഗങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയ കാരണം കൊണ്ട് ആ രോഗം മാറിയ അനുഭവങ്ങൾ എത്രയാണെന്നറിയോ? എത്രയോ അനുഭവങ്ങളുണ്ട്. അത് അങ്ങനെ സ്വലാത്ത് കൊണ്ട് രോഗങ്ങൾ മാറുമോ? അതേ, സ്വലാത്ത് കൊണ്ട് രോഗങ്ങൾ മാറും. സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല. നിങ്ങൾ നോക്കൂ, മഹാനരായ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രചിച്ചതാണല്ലോ മഹത്തായ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്ന ബുർദ എന്ന് പറയുന്നത്. ആ ബുർദ എന്താണ് അതിന് രചിക്കാനുണ്ടായ കാരണം? എപ്പോഴാണ് അത് രചിച്ചത്? എല്ലാം നമുക്കറിയാം. രോഗശിഫ ആണ് യഥാർത്ഥത്തിൽ ആ ബുർദ എന്ന് പറയുന്നത്. അതെങ്ങനെ അങ്ങനെ സംഭവിച്ചത്? അത് രോഗം അതുകൊണ്ട് ശിഫയാകുന്ന എന്താ? അതിങ്ങനെ അതിൽ സ്വലാത്താണ്, മുത്തുനബി തങ്ങളുടെ മദ്ഹാണ്. ഓരോ വരികൾ ചൊല്ലുമ്പോഴും അതിനുശേഷം സ്വലാത്തുകൾ ചൊല്ലുന്നു. ആ സ്വലാത്തിൻ്റെ കാരണമായിട്ട് വലിയ ശിഫ ലഭിക്കുന്നു, വലിയ സലാമത്ത് ലഭിക്കുന്നു. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ ശിഫയും സലാമത്തും ഒക്കെ ലഭിക്കുമോ? അത് ലഭിക്കും. കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും ഉണർത്തിയിട്ടുണ്ട്. മഹാനരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞത്, ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ, നിന്റെ ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് പരിഹാരമാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. അപ്പോൾ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതു പ്രതിസന്ധികളുണ്ടോ, ഏത് പ്രയാസങ്ങളുണ്ടോ, ഏത് ബുദ്ധിമുട്ടുകളുണ്ടോ, അതിനൊക്കെ സ്വലാത്ത് പരിഹാരമാണ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ടാണല്ലോ പൂർവ്വകാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും. എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, ഇപ്പോഴും അങ്ങനെ തന്നെ പല ഉമ്മമാരും ഉപ്പമാരൊക്കെ 1,00,000 സ്വലാത്ത്, സ്വലാത്തുൻ നൂറ്, സ്വലാത്തുൽ ഫാത്തിമിയ, സ്വലാത്തുൻ നാരിയ 4444, സ്വലാത്തുൽ ഫാത്തിഹ, ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ വലിയ മഹത്വം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അവരവർക്ക് അത് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്വലാത്ത് നമുക്കൊക്കെ അറിയാം. ഞാൻ സ്ക്രീനിൽ ആ സ്വലാത്ത് കാണിക്കുന്നുണ്ട്. സ്വലാത്തു സഅദ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേരെന്നെ. ഇൻഷാ അല്ലാഹ് കാണുന്നില്ല, സ്ക്രീനിലൊന്ന് വലുതായി കാണിക്കുക. എന്താണ്, എങ്ങനെയാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്, ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. സ്ക്രീനിലൊന്ന് വലുതായി കാണിക്കുന്നുണ്ട് സ്വലാത്ത്. ഈ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് നോക്കൂ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. സ്വലാത്തു സഅദ എന്നാണ് ഇതിൻ്റെ പേര്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്?
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. വളരെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന സ്വലാത്താണ്. നമുക്കൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ വലിയ ഫലം ലഭിക്കുന്ന സ്വലാത്താണ്. ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സ്വല്ലി, നീ സ്വലാത്ത് ചെയ്യണമേ, നീ സ്വലാത്ത് വർഷിപ്പിക്കണം അലാ സയ്യിദിനാ മുഹമ്മദ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഗുണം ചെയ്യണേ, സ്വലാത്ത് നിർവഹിക്കണേ. ഏതുപോലെ, ഏത് കണക്കനുസരിച്ച്, ഏതിൻ്റെ എണ്ണമനുസരിച്ച്, ഏതു പ്രകാരമുള്ള സ്വലാത്ത്? അദദ മാ ഫി ഇൽമില്ലാ, അള്ളാഹുവിൻ്റെ ഇൽമിലുള്ള എത്രയോ വസ്തുക്കളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. മാ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പദമാണ് അറബിയിൽ മാ എന്നുള്ളത്. വമൻ വമാ വാ അൽ തുസാവി മാ ദുകിർ. മഹാനരായ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മായെക്കുറിച്ചും മന്നിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചെടുത്ത് അങ്ങനെ കാണാം. മാ എല്ലാത്തിനും ഉപയോഗിക്കും. അപ്പോൾ എത്ര വസ്തുക്കളുണ്ടോ അള്ളാഹിൻ്റെ ഇൽമിൽ, അത് അനന്തമാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണാൻ പറ്റൂല. അള്ളാഹിൻ്റെ ഇൽമിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഉമൂറുകളും, എല്ലാ ഷെയ്ഉകളും, അതിൻ്റെയൊക്കെ എണ്ണമനുസരിച്ച് അള്ളാഹുവേ നീ സ്വലാത്ത് നിർവഹിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വലാത്തൻ ദായിമത്തൻ, ദായിമായ സ്വലാത്ത്, നിത്യമായ സ്വലാത്ത്, ബിദവാമി മുൽക്കില്ല, അള്ളാഹുവിൻ്റെ മുൽക്ക്, അവൻ്റെ അധികാരം നിലനിൽക്കുവോളം അങ്ങനെ തന്നെ നിർവഹിച്ചു കൊണ്ടേയിരിക്കണേ. അപ്പോൾ അനന്തമായ സ്വലാത്ത് എന്നാണ് അതിനർത്ഥം. അത്രയും സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് അഫ്ളലു സ്വലവാത്തിൽ മഹാനായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ പറയുന്നതായിട്ട് കാണാം. അഫ്ളലു സ്വലവാത്തിൽ മഹാനായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ പറയുന്നുണ്ട്. എന്താണ് അതിലുള്ളത്? ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തിൻ്റെ വചനമാണ്. ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു സ്വലാത്തിന് 6 ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഇത് 1000 തവണ പതിവാക്കിയാൽ ഇരുലോക വിജയവും ഉറപ്പിക്കാവുന്ന സ്വലാത്താണിത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കിത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, സ്വലാത്തു സഅദ, സൗഭാഗ്യത്തിൻ്റെ സ്വലാത്ത്, വിജയത്തിൻ്റെ സ്വലാത്ത്, നിഅമത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സഅദിൻ്റെ, നല്ല കാര്യങ്ങൾ നമ്മിലേക്ക് അടുക്കാനുള്ള, ഖൈറാത്തുകൾ വന്ന് ചേരാനുള്ള, വലിയ വിജയം ലഭിക്കാനുള്ള സ്വലാത്ത്. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. സ്ഥിരമായി സ്വലാത്ത് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ചൊല്ലുന്നവർക്കും ഇത് പതിവാക്കുന്നവർക്കും ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഈ സ്വലാത്ത് മുമ്പ് അറിയുള്ളവരാണെന്നറിയാം, നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ പതിവാക്കുക, ചൊല്ലുക. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ, അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. പലരും പല വിഷയങ്ങളും ഇതിന് താഴെയൊക്കെ കമൻ്റായിട്ടും മറ്റൊക്കെ എഴുതി അറിയിക്കും. നിങ്ങളതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ വസിയത്തുകൾ ചെയ്തു കൊടുക്കുക. ആ ദുആക്ക് അള്ളാഹു സ്വീകരിക്കും.
അള്ളാഹു ഖബൂലാക്കട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.